നിങ്ങൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ പ്രീമിയം കൂടുന്നതും കുറയുന്നതും ശ്രദ്ധിക്കാറില്ലേ? പലപ്പോഴും സ്റ്റോക്ക് പ്രൈസ് മാറിയില്ലെങ്കിലും ഓപ്ഷൻ വില മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിലെ പ്രധാന കാരണമാണ് ഇംപ്ലൈഡ് വോളറ്റിലിറ്റി അഥവാ IV. ലളിതമായി പറഞ്ഞാൽ വരാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാർക്കറ്റിലുള്ള പേടിയോ അല്ലെങ്കിൽ ആകാംക്ഷയോ ആണ് IV. ഉദാഹരണത്തിന്, ഒരു കമ്പനിയുടെ റിസൾട്ട് വരാനിരിക്കുന്നു എന്ന് കരുതുക. ആ സമയത്ത് വില വല്ലാതെ കൂടിയേക്കാം അല്ലെങ്കിൽ കുറഞ്ഞേക്കാം എന്ന് ട്രേഡേഴ്സ് പ്രതീക്ഷിക്കുന്നു. ഒരു അനിശ്ചിതാവസ്ഥ കാരണം ഓപ്ഷൻ പ്രീമിയം വർദ്ധിക്കുന്നു. ഇതിനെ ആണ് ഹൈ IV എന്ന് പറയുന്നത്. ഉദാഹരണമായി ഒരു ക്രിക്കറ്റ് ടിക്കറ്റിന്റെ മാച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ സാധാരണ മാച്ച് നടക്കുന്നു എന്ന് വിചാരിക്കാം. ടിക്കറ്റിന്റെ വില 500 രൂപയാണ്. വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വില സ്റ്റേബിൾ ആയിരിക്കും. ഇതിന് ലോ IV എന്ന് പറയാം. പ്രത്യേക സാഹചര്യം, നാളെ നടക്കാൻ പോകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ മാച്ച് ആണെന്ന് കരുതുക. മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്നോ അതേപോലെ ടിക്കറ്റ് കിട്ടില്ല എന്നുള്ള പേടി കാരണം അവിടെ 500 രൂപയുടെ ടിക്കറ്റ് 2000 രൂപ വരെ നൽകാൻ തയ്യാറാകുന്നു. ഇവിടെ കളി തുടങ്ങിയിട്ടില്ല, സ്റ്റോക്ക് പ്രൈസ് മാറിയിട്ടില്ല, വരാനിരിക്കുന്ന പേടി കാരണം പ്രീമിയം കൂടി. ഇതാണ് ഹൈ IV. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങൾ. IV കൂടിയാൽ ഓപ്ഷൻ പ്രീമിയം വില കൂടും. ഓപ്ഷൻ ബിക്കം എക്സ്പെൻസീവ്. IV കുറഞ്ഞാൽ ഓപ്ഷൻ പ്രീമിയം വില കുറയും. ഓപ്ഷൻ ബിക്കം ചീപ്പർ. റിസൾട്ടോ അല്ലെങ്കിൽ ഇവന്റോ കഴിഞ്ഞാൽ IV പെട്ടെന്ന് താഴേക്ക് വരും. അപ്പോൾ ഓപ്ഷൻ വില കുറയും. സ്റ്റോക്ക് പ്രൈസ് മാറിയില്ലെങ്കിലും ഓപ്ഷൻ വില കുറയും. ഇതിനെയാണ് IV ക്രഷ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ മാർക്കറ്റിലെ അനിശ്ചിതാവസ്ഥയുടെ അളവ് പോലാണ് IV. ഓപ്ഷൻ വാങ്ങുന്നവർ ലോ IV സമയത്ത് വാങ്ങാനും ഓപ്ഷൻ വിൽക്കുന്നവർ ഹൈ IV സമയത്ത് വിൽക്കാനും ശ്രദ്ധിക്കുക.